തീർത്ഥാടക ലക്ഷങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ശബരിമലയിലെ മകരവിളക്ക് മഹോത്സവം ഇന്നാണ്. തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന വൈകിട്ട് 6:30 നടക്കും. തുടർന്ന് പൊന്നമ്പലമേട്ടിൽ മകരവിളക്കും ആകാശത്ത് മകര നക്ഷത്രവും ദൃശ്യമാകും. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി 12 മണിക്ക് ശേഷം പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കടത്തിവിടില്ല. ശബരിമലയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ജി ശ്രീജിത്തും സജീവ് സിവാരിനും ചേരുന്നു. ശ്രീജിത്ത്, സജീവ്, ഗുഡ് മോർണിംഗ്. ഏറ്റവും ഭക്തിസാന്ദ്രമായ മണിക്കൂറുകളിലേക്കാണ് ശബരിമല കടക്കുന്നത്. ഇത്രയും ദിവസമുണ്ടായിരുന്ന എല്ലാ ഒരുക്കങ്ങളുടെയും ഫലം അറിയേണ്ടത് ഇന്നാണ്. ശ്രീജിത്തിന്റെ ഏതാണ്ടൊരു മണ്ഡലം പൂർത്തിയാവുകയാണ്. ശ്രീജിത്ത്, അവിടെ ചെന്നിട്ട് ഇന്നത്തേക്ക് എത്തുമ്പോഴത്തേക്ക് എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ശ്രീജ, തീർച്ചയായും ഒരു മണ്ഡലം അങ്ങനെ പൂർത്തിയാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. എന്തായാലും ആദ്യം തന്നെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഈ ശബരിമല ക്ഷേത്രം, അത് പൊന്നിൽ നിറഞ്ഞു നിന്ന ശബരിമല ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന് ഇന്ന് ഒരുപാട് അലങ്കാരങ്ങൾ വന്നിരിക്കുന്നു. അതുകൂടി നമുക്ക് നേരിട്ട ദൃശ്യങ്ങളിൽ കാണാം. ഇതാ വില്ലാളി വീരനായ അയ്യപ്പനെയാണ് ഏറ്റവും മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് കുരുത്തോലയിൽ വില്ലാളി വീരനായ അയ്യപ്പനെ തീർത്തിരിക്കുകയാണ്. അതിന്റെ ഒരു മനോഹരമായ കാഴ്ചയാണ് ഇവിടെ ഒന്നുള്ളത്. ക്ഷേത്രവും മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. അതായത് ഈ മകര സംക്രമ ദിനം എന്ന് പറയുമ്പോൾ അത് അത്രയും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ആ നിലയിൽ ക്ഷേത്രം കൂടി അലങ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്ന മനോഹരമായ കാഴ്ചകളോടുകൂടിയാണ് ഇവിടെ ഇന്നെത്തുന്ന ഭക്തർക്ക് ഈ ശബരീശ സന്നിധിയിൽ അവരെ സ്വാഗതം ചെയ്യുന്നത്. ഇത്തരം കുരുത്തോലകൾ നിറഞ്ഞ, ഐശ്വര്യം നിറഞ്ഞ ചില കാഴ്ചകളോടുകൂടിയാണ് എന്നുള്ളതാണ് എടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ തത്വമസിയൊക്കെ ചേർന്ന് നിൽക്കുന്ന സാധാരണ ഉള്ള ഒരു കാഴ്ചയ്ക്കപ്പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ മനോഹരമായി ഈ കുരുത്തോലകൾ കൊണ്ട് ഒരുക്കിയിരിക്കുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം ഭാരതീയരെ സംബന്ധിച്ച് ആകെ മകരസംക്രമ ദിനം എന്ന് പറയുമ്പോൾ അത്രയും പുണ്യം നിറഞ്ഞ ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിലെ തീർത്ഥാടകരെ സംബന്ധിച്ചൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. എന്തായാലും രാവിലെ 8:45 മകരസംക്രമം എന്ന ആ മുഹൂർത്തമുള്ളത്. ആ മുഹൂർത്തത്തിൽ ഈ ശബരിമല സന്നിധാനത്തെ മകരസംക്രമ പൂജ നടക്കുന്നു. പ്രത്യേകിച്ച് ധനുരാശിയിൽ നിന്ന് മകരത്തിലേക്കുള്ള സൂര്യന്റെ ആ ഒരു യാത്രാ മുഹൂർത്തമാണ് ഈ മകരസംക്രമ ദിനം എന്നുള്ളത്. ആ നിമിഷത്തിൽ മകരസംക്രമ പൂജ, വൈകുന്നേരം ദീപാരാധന, അതിന് മുന്നോടിയായി തിരുവാഭരണ ഘോഷയാത്ര എത്തും. ഇപ്പോ പുലർച്ചെ തന്നെ ലാഹ സത്രത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടിട്ടുണ്ട്. ഇനി നിലയ്ക്കലും അതിനുശേഷം മട്ടത്തോട് കാനന പാതയൊക്കെ കടന്നുകൊണ്ട് പിന്നീട് കാട്ടിൽ കൂടി ഏതാണ്ട് ഉച്ചയോടുകൂടി പമ്പയ്ക്ക് കുറച്ചപ്പുറത്ത് ചെറിയാനമട്ടത്തേക്ക് എത്തുന്നു. അതിനുശേഷം നീലിമലയിലേക്ക് പോകുന്നു. എനിക്കൊപ്പം സജീവ് സി വാര്യരും കൂടി ചേരുന്നുണ്ട്. ഒരുപക്ഷെ ഭാരതീയരെ സംബന്ധിച്ച് ആകെ ഇന്നത്തെ ദിവസം അത്രയധികം പുണ്യത്തോടെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈശിഷ്ട്യം നിറഞ്ഞ ദിവസമാണ്. എങ്ങനെ പറയാം സജീവ് അതിനെക്കുറിച്ച്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനം എന്നുള്ളത് തന്നെയാണ്. അതായത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ദിവ്യത്വം നിറഞ്ഞ ഒരു ദിനമാണ് മകരസംക്രമ ദിവസം. അതില് പ്രധാനമായിട്ടും ഉത്തരായനത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം. ഉത്തരായനത്തിലേക്ക് മാറുമ്പോൾ അയ്യപ്പൻ ദൈവ ചൈതന്യം ആവാഹിച്ച ഒരു ദിനം എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. പിന്നീട് ഭൂമിയും പ്രപഞ്ചവും മുഴുവൻ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം. ആ ദിവസത്തിൽ അയ്യപ്പനെ കണ്ട് തൊഴുന്നതോടുകൂടി ഏറ്റവും മനോഹരമായ, ഏറ്റവും ദിവ്യമായ ഒരു അനുഭൂതി ഭക്തന് ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. ആ തരത്തിലുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ഇങ്ങോട്ട് എത്തുന്നത്. പ്രധാനമായും നമുക്ക് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തിരുവാഭരണ ഘോഷയാത്ര വരുന്ന ഏറ്റവും സർവാഭരണ വിഭൂഷിതനായി അയ്യപ്പനെ കാണുന്ന ഒരു സാഹചര്യം. അത് മനസ്സിൽ കൊണ്ടുപോകാനുള്ള ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഭക്തന്റെ വരവാണ്, തീർത്ഥാടകന്റെ വരവാണ് കാണുന്നത്. നമ്മൾ ഈ കാണുന്ന തിരക്കെല്ലാം അതുകൊണ്ട് തന്നെയാണ്. ശ്രീ, അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമല്ല, ഇപ്പൊ കുംഭമേളയുമായൊക്കെ ചേർന്ന് പോലും ഈ ദിവസത്തിന് വലിയ പ്രത്യേകതകളുണ്ടല്ലേ? വിവിധ സംസ്ഥാനങ്ങൾ വിവിധ രീതിയിലുള്ള ആഘോഷങ്ങൾ ഇക്കാര്യത്തിൽ നടക്കുന്നു. കുംഭമേള നടക്കുന്നു, അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ പൊങ്കൽ നടക്കുന്നു. ആ തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ഒരു പ്രത്യേക ദിനം
പ്രത്യേകമായ പ്രപഞ്ചത്തിന് പ്രത്യേകമായ ഒരു ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു സാഹചര്യം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ദിവസത്തിൽ നമ്മൾ ഭഗവാനെ കണ്ട് തൊഴുന്നതോടുകൂടി അതായത് മോക്ഷം എന്ന അതായത് ദൈവികതയിൽ അതായത് മരണശേഷമുള്ള മോക്ഷമല്ല, ജീവിതത്തിലുള്ള മോക്ഷം സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എല്ലാ വർഷവും ഒട്ടേറെ തീർത്ഥാടകർ ഇങ്ങോട്ട് എത്തുകയും ചെയ്യുന്നത്. ശ്രീജ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ശബരിമല കനത്ത സുരക്ഷയിൽ തന്നെയാണ്. ഏതാണ്ട് 3 ലക്ഷത്തോളം ഭക്തരെങ്കിലും ഇന്ന് സന്നിധാനത്തുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സജീവ്, ഈ മകരവിളക്കിന്റെ ഈ മകരവിളക്ക് തീർത്ഥാടന കാലം അല്ലെങ്കിൽ മണ്ഡലകാലം തുടങ്ങുന്ന ദിവസം ഒരു നല്ല ഭക്തി ഗാനമൊക്കെ പാടിയാണ് തുടങ്ങിയതെന്ന് എനിക്കൊരു വിവരം കിട്ടുന്നുണ്ട്. അന്ന് ഞാൻ നിങ്ങളുടെ ടീമിലില്ലായിരുന്നു, പക്ഷെ ഞാൻ വരുമ്പോൾ എനിക്ക് കേൾക്കുന്ന വിവരം അന്ന് നല്ല മനോഹരമായ ഒരു ഗാനം പാടിയാ തുടങ്ങി. ഇന്ന് രാവിലെ കാർ ഓടിച്ച് വരുമ്പോൾ ഇങ്ങനെ FM-ൽ കേൾക്കുന്നതൊക്കെ അയ്യപ്പ ഭക്തി ഗാനങ്ങളായിരുന്നു. അപ്പൊ നമുക്ക് ഒന്ന് ഭക്തി സാന്ദ്രമാക്കുകയും സംഗീത സാന്ദ്രമാക്കുകയും ഒക്കെ ചെയ്യാൻ സജീവിന്റെ ഒരു ഗാനം കൂടി ആവാൻ തോന്നുന്നു. തീർച്ചയായും ശ്രീജ, അത് ആദ്യഘട്ടത്തിൽ അതിലേക്ക് നമ്മൾ എത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായും അദ്ദേഹം ഗാനരചയിതാവാണ്. ഒരുപക്ഷെ ന്യൂസ് 18 കേരളത്തിലെ ഈ മാധ്യമപ്രവർത്തനത്തിന് അപ്പുറത്തേക്ക് ഗാനരചയിതാവാണ്. ഗംഭീരമായി പാട്ട് പാടും. ഇതിനകം തന്നെ ഒരുപാട് ഗാനങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തോട് ചോദിക്കാം, ഇപ്പോ ശ്രീജ പറയായിരുന്നു, കേട്ടിട്ടുണ്ടാവും, താങ്കൾ തുടക്കം തന്നെ പാട്ടൊക്കെ പാടി തുടങ്ങുന്ന ആൾ. എങ്ങനെയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരുപാട് പാട്ടുകളുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ള പാട്ടോ എന്താണ്? ഏതെങ്കിലും ഒന്ന് പാടാം. ഏതെങ്കിലും ഒരു ഗാനം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അത്രയേറെ ഗാനങ്ങൾ ഉള്ള ഒരു ദിവ്യ തേജസ്സാണ് അയ്യപ്പൻ എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ എഴുതപ്പെട്ട പാടിയ സാഹചര്യമാണ്. ഇപ്പോഴുള്ള എല്ലാ ഗായകരും അത്തരത്തിൽ ഗാനങ്ങൾ. ശബരിമലയുടെ പ്രശസ്തിക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം അത്രയധികം ഗാനങ്ങൾ വിവിധ ഭാഷകളിൽ. ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലാണോ എന്ന് തോന്നുന്ന തരത്തിൽ എല്ലാ ഭാഷകളിലും ഒരുപാട് പാട്ട് എഴുതുകയും അങ്ങനെ ശബരിമലയുടെ പ്രശസ്തിക്ക് പിന്നിൽ ഗാനങ്ങൾക്കും വലിയ പങ്കുണ്ട്. ഏറ്റവും കൂടുതൽ അത് തന്നെയാണ്. ഒരുപക്ഷെ ഗാനസ്വരൂപി ആണ് അയ്യപ്പൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഉണർത്തുപാട്ടുണ്ട്, ഉറക്കുപാട്ടുണ്ട്. ആ തരത്തിൽ സംഗീതവുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ദേവനാണ് ഒരുപക്ഷെ അയ്യപ്പൻ. ഗുരുവായൂരപ്പനോടൊപ്പം തന്നെ പ്രധാനമായും മറ്റ് ഭാഷകളിൽ കേരളത്തിൽ മാത്രം ശബരിമലയുടെ പ്രാധാന്യം കേട്ടറിഞ്ഞിരുന്ന ഒരു കാലത്തു നിന്ന് ശബരിമലയുടെ പ്രാധാന്യം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കാൻ വിവിധ ഭാഷകളിൽ അങ്ങനെ എഴുതപ്പെട്ട ഗാനങ്ങൾ, പാടപ്പെട്ട ഗാനങ്ങൾ, യേശുദാസിന്റെ ഗാനങ്ങളൊക്കെ വലിയ പ്രശസ്തമാണ്. എല്ലാ ഭാഷകളിലും നമുക്ക് ലഭ്യമാണ്. ഒരേ പാട്ട് തന്നെ പല ഭാഷകളിൽ ലഭ്യമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അയ്യപ്പന്റെ ഭക്തിഗാനങ്ങൾ പോലെ വേറെ ഒന്നിനും ഉണ്ടാകില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം അത്രയേറെ ഗാനങ്ങളുണ്ട്, അത് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ഗാനങ്ങൾ. യേശുദാസ് മാത്രം. അതെല്ലാം വിശ്വാസികളുടെ മനസ്സിലോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇനി വേണ്ടത് താങ്കളുടെ ഒരു പാട്ടാണ്. താങ്കൾക്ക് ഒന്നുകിൽ ഇഷ്ടഗാനം പാടാം, അല്ലെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ. തീർച്ചയായും ശബരിമലയുടെ താഴോട്ടൊഴുകുന്നു പുണ്യനദിയാം പമ്പ, ശബരിമലയുടെ മേലോട്ടൊഴുകുന്നു പുണ്യനദിയാം പമ്പാ നദികൾ വലം വയ്ക്കും സന്നിധി എത്ര ധന്യം അയ്യപ്പ എത്ര ധന്യം എത്ര ധന്യം ശബരിമലയുടെ താഴേക്കൊഴുകുന്നു പുണ്യനദിയാ പമ്പ. അയ്യപ്പനെ കുറിച്ച് അങ്ങനെ എഴുതാൻ കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരുപാട്, അതായത് മലയാളത്തിലെ പ്രശസ്തരായ എല്ലാ ഗാനരചയിതാക്കളും കൈവച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സങ്കല്പമാണ് അയ്യപ്പന്റെ ഒരു ദേവതാ സങ്കല്പം, ശബരിമല എന്ന സങ്കല്പം. എങ്ങനെയാണ് അതിനെക്കുറിച്ച് തോന്നുന്നത്? ശബരിമല എന്ന സങ്കല്പം പല രീതിയിൽ കാവ്യരൂപത്തിലുണ്ട്. ഒരുപക്ഷെ ഗാനരൂപത്തിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപക്ഷെ ശബരിമല അയ്യപ്പന്റെ ഒരു രഹസ്യമുണ്ട്. അതെന്താണ്? അതായത് ഞാനും നീ ഒന്നാണ് എന്ന് പറയുന്ന ദിവ്യമായ ഒരു അനുഭൂതിയിലേക്ക് കൊണ്ടുപോകുന്ന ഇപ്പം തത്വമസിയുടെ പൊരുൾ എന്നൊക്കെ പറഞ്ഞു. ഈ തത്വമസിക്ക് പിന്നിൽ തൊട്ട് മുന്നിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ സങ്കല്പം, അല്ലെ? തത്വമസി ഇങ്ങനെ വേറെ എവിടെയും ഒരുപക്ഷെ ഒരു യുണീക്നെസ് എന്നൊക്കെ പറയാവുന്ന ഒരു സങ്കല്പമാണ്. അത് അവിടെ ജാതിയില്ല, മതമില്ല, ഏതു മനുഷ്യർക്കും എല്ലാവരും സ്വാമിമാരാണ്
ഇവിടെ ഇരിക്കുന്ന പോലീസുകാരെ കണ്ടാൽ പോലും അങ്ങനെയാണ്. പോലീസുകാർ ഇവിടെ മാത്രമാണ് ഇൻസേർട്ട് ചെയ്യാതെ ഒരു പോലീസ് ആകാതെ പോലീസ് അയ്യപ്പന്മാരായി നിൽക്കുന്ന ഒരു സങ്കല്പം കൂടിയുള്ളത്. അതെ, പോലീസ് അയ്യപ്പൻ എന്നാണല്ലോ നമ്മൾ വിളിക്കുന്നത്. അത് മാത്രമല്ല, എല്ലാവരെയും അയ്യപ്പൻ, പരസ്പരം അയ്യപ്പൻ സ്വാമി എന്ന് വിളിച്ചിട്ടാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ആരാധനാ രൂപത്തിൽ അങ്ങനെ ഒരു ആരാധനാ മൂർത്തിയില്ല. കാരണം അത്രയും ഒരു അദ്വൈതം എന്ന സിദ്ധാന്തം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആരാധനാമൂർത്തിയും ഇല്ല ഇത്രത്തോളം. അതാണ് അയ്യപ്പന്റെ പ്രത്യേകത. അതൊരു ഒരു മതത്തിലും അതുണ്ടാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മല കയറി വരുന്ന ഓരോ ഭക്തനും ഇവിടെ എത്തുന്നതോടുകൂടി സ്വാമിയായി മാറുന്നു, അല്ലെങ്കിൽ അയ്യപ്പനായി മാറുന്നു. ആ തരത്തിൽ മനസ്സ് ഒരു ദൈവ ചൈതന്യം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ആ തരത്തിലാണ് ഗാനങ്ങൾ എഴുതപ്പെട്ടത്. പിന്നെ ഐതിഹ്യം, ചരിത്രം എല്ലാം തന്നെ ഗാനങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എഴുതിയ ഗാനങ്ങളെക്കാൾ കൂടുതൽ മധുരമായിരിക്കാം ഒരു പക്ഷേ എഴുതപ്പെടാനുള്ള ഗാനങ്ങൾ എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. ശ്രീജ, ഒരു കാര്യം, നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഏറെ പണിപ്പെട്ടാണ് ഇവിടോട്ട് എത്തുന്നത്. അതായത് പറഞ്ഞോളൂ. ഞാനത് ചോദിക്കാൻ വരായിരുന്നു. ഈ തിരക്ക് നിയന്ത്രിക്കാനൊക്കെ സംവിധാനങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അവിടേക്ക് എത്തുന്ന ആളുകൾക്ക് ഒരു കണക്കുമില്ല. അവിടെ എത്തുന്ന ആളുകളെ ആരും നിരാശരാക്കി ഒരിക്കലും തിരിച്ചു വിടാറുമില്ല. ഈ മണ്ഡലകാലം മൊത്തം എടുത്താൽ പരാതികളില്ലാതെ, വിവാദങ്ങളൊക്കെ അതിനിടയിൽ വന്നിരുന്നു, പക്ഷേ പരാതികളില്ലാതെ പൂർത്തിയാക്കാൻ ഏതാണ്ട് ഇതുവരെയുള്ള ദിവസങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് അതിന്റെ ഒരു അവസാന ദിവസം എന്ന നിലയ്ക്ക് അത് എത്രത്തോളം കൂട്ടിയിട്ടുണ്ട് ആ സുരക്ഷയും ജാഗ്രതയൊക്കെ? എല്ലാ തരത്തിലുള്ള സുരക്ഷയും പൂർത്തിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് തന്നെ ഇവിടെ എത്തി സുരക്ഷാ പരിശോധന നടത്തി. ഇന്നലെ ഏറ്റവും ഒടുവിൽ ADGP എസ് ശ്രീജിത്തും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സംഘവും ഇവിടെ നടന്ന പരിശോധനകൾ നടത്തുന്നുണ്ടായിരുന്നു. എല്ലാ തരത്തിലും സുരക്ഷ പൂർത്തിയാക്കിയിട്ടുണ്ട്. 5000-ഓളം പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ സുരക്ഷ എല്ലാം സജ്ജമാണ്. പക്ഷെ ദേവസ്വം ബോർഡും പോലീസും ഒക്കെ ഭക്തരോട് അഭ്യർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യം, ഇതൊരു അത്രയും തീവ്രമായ വികാരത്തോടുകൂടി ഇവിടെ എത്തുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ഒരു തിക്കോ തിരക്കോ ഏതെങ്കിലും ഒരാളുടെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടായാൽ, എന്തൊക്കെ സജ്ജീകരണം ഉണ്ടായാലും പല അപകടങ്ങൾക്കും സാധ്യതയുള്ളൊരു അത്രമാത്രം ഒരു വനഭൂമിയാണ്. അത്രമാത്രം ഒരു എന്താ പറയുക, ഇപ്പൊ പുല്ലുമേട് തന്നെ ഒരു ദുരന്തം ഉണ്ടായ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു നിരപ്പായ സ്ഥലത്താണ്. വെച്ചാൽ വലിയ ചെറിയ ചരിവുകൾ മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരു സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ഭക്തരുടെ സ്വയം നിയന്ത്രണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായി എടുത്ത് കാണേണ്ടതുള്ളതാണ്. 5000-ഓളം പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രം 1800-ഓളം പോലീസുകാർ ഈ ശബരിമല സന്നിധാനത്തുണ്ട്. ഇവിടേക്ക് വന്ന ശേഷം കഴിഞ്ഞ ഏതാണ്ട് 9-ാം തീയതി മുതൽ തന്നെ പർണശാല കെട്ടി താമസിക്കുന്ന മനുഷ്യരുണ്ട്. അത് കേരളത്തിൽ നിന്നുള്ളവരുണ്ട്. കുഞ്ഞു കുട്ടികൾ മുതൽ അമ്മമാർ മുതൽ അങ്ങനെയൊക്കെയുള്ള വളരെ പ്രായം ചെന്ന മനുഷ്യരെല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു പർണശാലകളാണ് നമ്മൾ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അവരെല്ലാം ഒരുപക്ഷെ ദർശനം, ഈ ഒരു മകര ജ്യോതി ദർശനം കണ്ട ശേഷം മടങ്ങാൻ സാധ്യത ആണ് ഉള്ളത്. അതിനുശേഷം ഒരു ദർശനത്തിനുള്ള സാധ്യത. പക്ഷെ മടങ്ങുമ്പോൾ വലിയ തിക്കും തിരക്കും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ക്രമീകരണം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. 2 വഴികളാണ്. ഒന്ന് ബെയിലി പാലം വഴി പമ്പയിലേക്ക് പോകാം. രണ്ടാമത് ദർശനം കോംപ്ലക്സിന് പിന്നിൽ കൂടി പോയി പമ്പയിലേക്ക് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും അങ്ങനെ ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ മനുഷ്യരിവിടെ കാത്തിരിക്കുകയാണ്. ആ ഒരു വൈകുന്നേരത്തെ ദീപാരാധനയ്ക്ക് ശേഷമുള്ള ഒരു മകരജ്യോതി ദർശനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഉള്ളത്. ശരി ശ്രീജിത്ത്, ഇനി എല്ലാ മണിക്കൂറുകളിലും ശ്രീജിത്തിലേക്ക് വരാം. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി ഓരോ സമയത്തും എത്താം. അവിടെ ഇന്ന് ഏറ്റവും വലിയ കാഴ്ച, ഇന്ന് ഏറ്റവും വലിയ ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളെല്ലാം സംഭവിക്കാനുള്ളത് ശബരിമലയിലാണ്.